ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്, ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥമായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്, ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരായിട്ട് നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതിന് അവർ നിങ്ങളോട് ഒരുപാട് തവണ മനസ്സാലെ ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ. അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ ഫുൾ ടൈം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. ഏതൊരു സിറ്റുവേഷനിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം. നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അത്രമാത്രം ആഴത്തിലുള്ളൊരു സ്നേഹബന്ധമായിരിക്കും അവർക്ക്. അവർ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങളെ ഹാപ്പി ആയിട്ട് വെക്കണം. ഫുൾ ടൈം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാവണം. നിങ്ങളുമായിട്ട് മാരേജ് ലൈഫ് ഉണ്ടാവണം. അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരുമിച്ച് ചേർന്ന് അവരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഈ ഒരു മൊമെന്റിൽ, ഈ സെപ്പറേഷനിൽ നിങ്ങൾ പലരും ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു റിക്കഗ്നീഷൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ മനസ്സാലെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒരുപാട് തവണ നിങ്ങളെ ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിട്ട് തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒറ്റപ്പെടൽ നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പരസ്പരം നിങ്ങൾക്ക് മറ്റൊരാളില്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരു മിസ്സിംഗ് പീസാണ് ഓരോരുത്തരുടെയും ലൈഫിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെടൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് വേദനയുടെ ലോകത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഒരു സ്ട്രഗിൾ ആണ്. ആ ഒരു സോൾ ബോണ്ടിങ് കൊണ്ട് തന്നെയാണ്, നിങ്ങൾ അത്രമാത്രം ആത്മബന്ധം നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങൾ രണ്ടു പേർക്ക് ഇത്രയും വേദന ഉണ്ടാവുന്നത്. ഓക്കെ. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം ഹാപ്പി ആയിരുന്നു, എത്രമാത്രം നിങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഡിസിഷൻസ് പലതും നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായാൽ മാത്രം ലൈഫിൽ ഫുൾ ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഒരു കെമിസ്ട്രി ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഈ ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഫീലിങ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. അവരുടെ അത്തരം ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പലരും നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. ഈ സെപ്പറേഷൻ, ഈ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നതല്ല. അവരുടെ ഓർമ്മകൾ നിങ്ങളെ വിട്ടു പോകുന്നതല്ല. ഓക്കെ. യെസ്. അവര് ഇപ്പോ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലൊരു ഫ്രീഡം പോലും ഇല്ലാത്ത സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയം ഇപ്പോഴാണ്. ആ ഒരു ഡിവൈൻ ടൈമിങ് അവരുടെ ലൈഫിൽ എത്തിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു.
യെസ്, അവർക്ക് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ പോലും നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. ഓക്കെ, അഗെയിൻ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലാണ് നിങ്ങളുള്ളത്. മേ ബി ഇത് സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സാഹചര്യമൊക്കെ നിങ്ങൾക്കിടയിൽ പലരിലും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെ കടന്നു പോകുന്നവരാണ് പലരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, യെസ്, പേഷ്യൻസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ഷമയാണ് എന്ന് കാണുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും പലർക്കും ഈ വ്യക്തിയുമായിട്ടൊരു ഒരു ഫാമിലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർ നിങ്ങളെ മാരേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി ആണ് അവർ മനസ്സിൽ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ എനർജിയിൽ അവർ കാണുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ്. നിങ്ങളെ ലൈഫ് പാർട്ട്ണറായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഒരു മാരേജിലെത്തും. പലരും ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏഞ്ചലിക് സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പർ 4 ആൻഡ് നമ്പർ 6 ആൻഡ് നമ്പർ 16 ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ സംഖ്യകൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്പർ 4 ആൻഡ് 6 ആൻഡ് 16. ഓക്കെ, ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്, അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെപ്പറേഷനിൽ അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ആം മാനിഫെസ്റ്റിംഗ് യു. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. നിലവിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. I hope the future will bring us together because I love you more than you know. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് ചേരും, നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നവർക്ക് ഒരുപാട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. I miss you very badly. Your silence is killing me. Okay. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു സൈലൻസ് ഇനിയും ഈ ഒരു സെപ്പറേഷനിൽ ഉണ്ടാവുന്ന ഈ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു സൈലൻസ് ഒക്കെ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? ക്യാൻ യു ഗിവ് മീ എ സെക്കൻഡ് ചാൻസ്? ഓക്കെ, അവര് ചോദിക്കാണ്, അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർ ഇമ്പോർട്ടൻ്റ് അല്ലയോ? അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ കൊടുക്കുമോ? ഓക്കെ.